ആഴ്സണലും ആസ്റ്റൺ വില്ലയും തമ്മിലുള്ള ഇന്നത്തെ മത്സരം പ്രീമിയർ ലീഗിൽ ഇന്ന് തീ പാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമുകളുടെ കാര്യം എടുത്ത് നോക്കുക. പോയിന്റുകളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42-ൽ ഒന്നാം സ്ഥാനം ഇങ്ങനെ താഴേക്ക് പോവോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ആഴ്സണലും 39 പോയിന്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആസ്റ്റൺ വില്ലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിലേക്ക് കയറി വരാനുള്ളൊരു അവസരവുമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡു ഓർ ഡൈ മാച്ച് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ട് ടീമിനും ഡു ഓർ ഡൈ മാച്ച് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചോട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ആർക്കാണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആഴ്സണലിനാണ് എന്ന് പറയേണ്ടതായിട്ട് വരും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സിലാണ്, അവരുടെ ഹോം സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവർക്ക് അവിടെ തോൽവി അറിയേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണൽ ഒരു കളി തോറ്റിട്ടുണ്ട്. ആ കളി തോറ്റത് ആരുടെ ഒപ്പമാണ്? ഈ പറയുന്ന പോലെ തന്നെ ആസ്റ്റൺ വില്ലയ്ക്കെതിരെയാണെന്നുള്ളതാണ് കേട്ടോ. എന്നാൽ ഇപ്പുറത്തേക്ക് ആസ്റ്റൺ വില്ലയുടെ കാര്യം ഒന്ന് എടുത്ത് നോക്കുക, 39 പോയിൻറ്റ്. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആസ്റ്റൺ വില്ല ഈ ജാതി പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കാരും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് അവരുടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ എൻ്റെ അമ്മോ, കഴിഞ്ഞ ചെൽസിയുടെ മത്സരം മാത്രം നോക്കിയാൽ മതി. ചെൽസി ഒരു ഗോൾ അടിച്ച് ലീഡ് ചെയ്ത് നിൽക്കുന്ന അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ആസ്റ്റൺ വില്ലയുടെ അഴിഞ്ഞാട്ടമായിരുന്നു എന്നുള്ളതാണ്. ചെൽസിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ, ചെൽസിക്ക് ആകെ കയ്യിൽ നിന്ന് കളി പോയതുപോലത്തെ ഒരു അവസ്ഥയിലാണ് കാണാൻ പറ്റിയത്. ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ ഞാൻ ചെൽസി, ആഴ്സണൽ ഇതിലേതെങ്കിലും ഒരാൾ അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഈ കളി ആര് ജയിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇമ്പോസിബിൾ. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് അറിയാനുള്ളത് അതാണ്. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ആര് ജയിക്കും? ഇന്ന് ആര് തൂക്കും? ടേബിളിൽ ഒരു ചേഞ്ചൊക്കെ വരുമോ? വരുത്താനുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? അതോ ആഴ്സണൽ ഈസി ആയിട്ട് ജയിക്കുമോ? എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ? താഴെ കമൻറ്റ് കറോ.